പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്തും അകലെയുമായി അനേക ആളുകൾ താമസിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയും കുടുംബമായി പാർക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന പ്രോത്സാഹനങ്ങൾ തന്ന, ഞങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന സപ്പോർട്ടുകൾ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ വന്ദനം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന ആ വിഷയം പ്രവാചകൻ അവരുടെ നടുവിൽ എന്നായിരുന്നു. എലീശ പ്രവാചകൻ ശൂലേംകാരിയുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു. നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല സംതൃപ്തിയോടുകൂടിയുള്ള ഒരു രാത്രി. അടുത്ത പ്രഭാതത്തിൽ മടങ്ങാൻ നേരം തന്റെ ശിഷ്യനോട് ചോദിച്ചു, താല്പര്യത്തോടുകൂടി അവൾ ചെയ്യുന്നല്ലോ, എന്താണ് അവൾ ആഗ്രഹിക്കുന്നത്? തന്റെ ശിഷ്യൻ പറഞ്ഞവർക്ക് മക്കളില്ല. അത് കേട്ടപ്പോൾ ആ ദൈവദാസന് വളരെ പ്രയാസം തോന്നി. എങ്കിലും അദ്ദേഹം പറഞ്ഞു, അടുത്ത വർഷം നമ്മൾ ഇവിടെ വരുമ്പോൾ അവൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം അണയ്ക്കും, ദൈവക്ക് ഒരു കുട്ടിയെ കൊടുക്കും. അതൊരു പ്രവചനമാണ്, വാഗ്ദത്തമാണ്. അവരാഗ്രഹിച്ച നിലയിലുള്ളതായ ഒരു അനുഗ്രഹം ആ ഭവനത്തിലേക്ക് വന്നു ചേരുവാൻ സമയം ആസന്നമായിരിക്കുകയാണ്. ചില അനുഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ്, ചില വിടുതലുകൾ അങ്ങനെയാണ്, ചില ഉയർച്ചകൾ അങ്ങനെയാണ്. ദൈവം തൻ്റെ ദാസന്മാരെ അയച്ചിട്ടുണ്ട് എങ്കിൽ അവിടെയെല്ലാം വലിയ ശുശ്രൂഷകൾ നടന്നിട്ടുണ്ട്. വെറുതെ ഒരു ദൈവദാസനെയും ഒരു പ്രവാചകനെയും ഒരു സ്ഥലത്തേക്ക് അയച്ചിട്ടില്ല. അയച്ചിരിക്കുന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരിക്കും, അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, ശൗമേൽ പ്രവാചകന്റെ കാലത്ത് ദാവീദ് വളരെ ആടുകളെ മേയിച്ചുകൊണ്ട് കടന്നു പോകുന്ന സമയം, അപ്പോഴാണ് പ്രവാചകന് ദൈവത്തിന്റെ ആത്മാവിൽ ഒരു സന്ദേശം കിട്ടുകയാണ്. ശമൂവേൽ പ്രവാചകൻ യിശ്ശായിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ വീട്ടിലേക്ക് ചെല്ലുന്നത് ദൈവം ഏൽപ്പിച്ചതായ ഒരു കാര്യം നിവർത്തിക്കാൻ വേണ്ടിയാണ്. ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ദൈവം കൊടുത്ത ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആ ദൈവദാസനെ ആ വീട്ടിലേക്ക് അയക്കുന്നത്. അവിടെ യാഗത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഈശോയോട് ചോദിച്ചു, നിന്റെ മക്കളെല്ലാവരും ഇവിടെ ഉണ്ടോ എന്ന്. കാരണം കയ്യിലിരിക്കുന്ന തൈലത്തിന് ചലനമില്ല. അവർ ഒരാളുണ്ട്, അവരാടുകളെ മേയിച്ച് വളരെ വിദൂരയിൽ വനാന്തരത്തിലാണ്. അവനെ കൂടെ വിളിക്കണം. അവനെ കൂടെ വിളിച്ചിട്ടല്ലാതെ ഇന്ന് ഇവിടെ ഒരു ശുശ്രൂഷ നടക്കുകയില്ല. ആള് വിട്ടു വിളിച്ചു വരുത്തി. ദാവീദ് ഓടിയെത്തിയപ്പോൾ തനിക്ക് കാണുവാൻ കഴിഞ്ഞതായിരിക്കുന്ന ആ കാഴ്ചപ്പാട്, കയ്യിലുണ്ടായിരുന്ന തൈലപാത്രം തിളച്ചു. സുഗന്ധദ്രവ്യങ്ങൾ അടങ്ങിയതായിരിക്കുന്ന പാത്രം പ്രവാചകന്റെ കയ്യിൽ നിന്നും വാസന പുറത്തേക്ക് വരാൻ തുടങ്ങി. ഉൾമുറിയിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്തു ദാവീദിനെ. ദൈവം ഏൽപ്പിച്ചിട്ടല്ലാതെ, ദൈവം പറഞ്ഞിട്ടല്ലാതെ, ദൈവം കൊടുത്തിട്ടല്ലാതെ ഒരു ദൈവദാസന്മാരും ഒരു ശുശ്രൂഷയും പഴയ നിയമകാലത്ത് ചെയ്തിട്ടില്ല. അവിടെയാണ് ദൈവത്തിന്റെ ആ വലിയ ദർശനം, ദൈവത്തിന്റെ ആ കരുണ എന്ന് പറയുന്നത് അവിടെയാണ്.
ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കാണുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? വിഷമതയുള്ള ഒരു കുടുംബം, മക്കളെ ഓർത്ത് വളരെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട്. വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവര്, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവര്, വർഷങ്ങളായിട്ട് അത് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ആളുകൾ, പലപ്പോഴും തലമുറകളെ ഓർത്ത് വ്യാകുലപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവര് നമ്മുടെ ചുറ്റുപാടുണ്ട്. ദൈവത്തിന് ഒരു സമയമുണ്ട് പ്രവർത്തിക്കുവാൻ എന്ന് പറയുന്നത് പോലെ ഇവിടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കരഞ്ഞതായിരിക്കുന്ന ഹന്ന നിന്ന് സഹിക്ക വയ്യാതെ വന്നതുകൊണ്ടും വീട്ടിലുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ട പെനീനയുടെ ആക്ഷേപങ്ങൾ കേട്ട് മടുത്തതുകൊണ്ടും ആ നൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കി ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. അവിടെയാണ് ദൈവ അനുഗ്രഹം. നേർച്ച നേർന്നു, തീരുമാനമെടുത്തു, സമർപ്പണം ചെയ്തു. അവിടെ ദൈവം അനുഗ്രഹിച്ചു. ഇന്നത്തെ പ്രാർത്ഥനകളിൽ, ഇന്നത്തെ സന്നദ്ധിയിൽ ഇരിക്കുമ്പോൾ ആരും തീരുമാനം എടുക്കാറില്ല. കുട്ടികളെ കൊടുക്കണം എന്നല്ല. ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണോ അതിനനുസരിച്ച് ദൈവത്തിന് അനുഗ്രഹം തരുവാൻ കഴിയും. ചില ആളുകൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു, നല്ല കാര്യം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന മറ്റ് ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാർക്കോ പ്രാർത്ഥിക്കുന്നവർക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് ദൈവസന്നിധിയിൽ പറയാറുണ്ട്. അവർക്ക് ദൈവം ആ പ്രാർത്ഥന കേട്ട് ദൈവം അവരെ അനുഗ്രഹിക്കും, അവരെ ദൈവം ഉയർത്തും. അവിടെ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വന്ന് ചേരും. അവർക്ക് ദൈവം ആ പ്രാർത്ഥന കേട്ട് ദൈവം അവരെ അനുഗ്രഹിക്കും, അവരെ ദൈവം ഉയർത്തും. അവിടെ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വന്ന് ചേരും. ഇവിടെ പ്രവാചകൻ വളരെ വിഷമതയോടുകൂടെ കേട്ട് പറയുകയാണ്, അടുത്ത വർഷം നമ്മൾ വരുമ്പോൾ ഒരു കുഞ്ഞ് ഈ വീട്ടിലുണ്ടാവും. കുഞ്ഞ് അവൾക്ക് ലഭിക്കപ്പെടും. അവിടെ കണ്ണുനീര് മാറും, അവിടെ വിതകൾ മാറും, നിന്ന മാറും, പരിഹാസം മാറും, നൊമ്പരങ്ങൾ മാറും. എല്ലാത്തിനും ഒരു വലിയ മാറ്റമുണ്ട്. നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ ശൂന്യക്കാരിയെ പോലൊരു മാറ്റം? എത്രയോ ശൂന്യക്കാരിയെ പോലെയുള്ള പ്രിയപ്പെട്ടവരെ കരയുന്നുണ്ട്. എത്രയെത്ര വീടുകളിൽ വിങ്ങിപ്പൊട്ടുന്ന ശൂന്യക്കാരിയുണ്ട്. എത്രയെത്ര സഹോദരിമാർ വേദനയോടെ കഴിയുന്നവരുണ്ട്. എത്രയോ ആളുകൾ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ അപമാനത്തിലിരിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ ദുഃഖത്തിലും വേദനകളിലും ഇരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരും. അതൊരു വലിയ വിടുതലും അനുഗ്രഹവുമായി മാറുവാൻ ഇടയായിത്തീരും. അവിടെയാണ് ദൈവ അനുഗ്രഹം. ഒരു ഭാഗം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തി എന്റെ വാക്കുകൾ കൂടി അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നാഥാൻ പ്രവാചകൻ കടന്നുവെന്ന് ഒരു കാര്യം അദ്ദേഹത്തോട് പറയുകയാണ്. കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കാം, പറയുന്ന വ്യക്തിക്ക് ഭയമുണ്ടാകാം, എന്താണ് പ്രതികരണമായി സംഭവിക്കുന്നത് എന്ന് പോലും സംശയിക്കാം. പക്ഷേ അയച്ചവൻ ദൈവമാകയാൽ, വെളിപ്പെടുത്തിയവൻ ദൈവമാകയാൽ, ആ വെളിപ്പെടുത്തിയ കാര്യം വ്യക്തമായി വെളിപ്പെടുത്തുവാൻ വ്യക്തമായിരിക്കുന്ന കഴിവ് പ്രാപിച്ച ഈ നാഥാൻ പ്രവാചകൻ ഭയപ്പെട്ടില്ല. കൊട്ടാരത്തിൽ കടന്നു ചെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി ആ കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞപ്പോൾ രാജാവ് എതിർത്തില്ല. അത് ഞാനാകുന്നു എന്നാ പറഞ്ഞത്. എന്റെ ഭാഗത്തെ തെറ്റാണ്. അതെ, പ്രവാചകൻ ഒരുപക്ഷെ വീട്ടിലേക്ക് വരുന്നത്, നിന്നെ കണ്ടുമുട്ടുന്നത്, നിന്നോട് സംസാരിക്കുന്നത്, വചനത്തിൽ ഇടപെടുന്നത് നന്നാകാനാ, മടങ്ങി വരാനാ, ഏറ്റുപറയാനാ. ആ ഭാഗം വളരെ വിശാലമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. സമയത്തിന്റെ പരിധികൾ കൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം ഇതിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ.
കണ്ണുനീരിനൊരു മാറ്റമുണ്ട്, വേദനയ്ക്കൊരു മാറ്റമുണ്ട്. വിശാലമായ അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നടത്തുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾക്കപ്പെടുന്ന വചനം ഓരോ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിൽ ക്രിയ ചെയ്ത് ആശ്വാസ സമാധാനവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശൂന്യം കരിയ പോലെയേറിയ നാളുകളായി കുട്ടികളില്ലാത്ത അനേക ദമ്പതികളുണ്ട്. ദുഃഖവും വേദനയും ഭാരവുമായിട്ട് കഴിയുന്ന, വിവാഹം കഴിഞ്ഞിട്ട് നാളുകളായി കാത്തിരിക്കുന്നവരുണ്ട്. ദൈവർക്ക് ആശ്വാസ സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവരും ഓർക്കുന്നു. സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക ആളുകൾ കുടുംബമായിട്ട് താമസിക്കുന്നു, ബിസിനസ്സുകൾ ചെയ്യുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം. സകല നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും പുതിയ കർത്താവെ എല്ലാ പ്രതീക്ഷകളോടുകൂടെ ജീവിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ലഭിക്കപ്പെട്ടു എന്ന് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവം ഇവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്മ ലഭിക്കപ്പെട്ടു എന്ന് കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു, ഒരുങ്ങിയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.